നമസ്കാരം. ഏകദേശം 7000 ആളുകൾ സ്ട്രോക്കും അറ്റാക്കും കാരണം ഇന്ത്യയിൽ മരണപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് സ്ട്രോക്കും അറ്റാക്കും കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻസിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇവിടെ നടക്കുന്ന കണ്ടീഷൻ, അത് നമ്മളുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ, അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണോ ഇതിന് റീസൺ ആവുന്നത്, നമ്മൾ സാധാരണ കഴിക്കാവുന്ന വെളിച്ചെണ്ണ, നെയ്യ്, ഇതൊക്കെ തന്നെ ഇതിന് കാരണമാകുന്നുണ്ടോ, ശരീരത്തിലെ കൊളസ്ട്രോൾ ഇതിന് കാരണമാകുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നതും നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ്. ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കൺവേർഷൻ രൂപം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമായിട്ടുള്ള രക്തപ്രവാഹങ്ങൾ എവിടെയാണ് ബ്ലോക്ക് ആവുന്നത്, അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് സ്ട്രോക്കായിട്ടും അറ്റാക്കായിട്ടും വരുന്നത്. നമ്മളിപ്പോൾ സ്ട്രോക്ക് വരുന്ന ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തലച്ചോറിലോട്ട് ശരിയായ രീതിയിൽ രക്തപ്രവാഹം ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തടസ്സം നമ്മളുടെ മസ്തിഷ്കത്തിലോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ വിള്ളൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിന് ശരിയായ രീതിയിൽ ഓക്സിജൻ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നമുക്ക് സ്ട്രോക്ക് വരിക എന്നുള്ളത്. ഈ സ്ട്രോക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ പേഷ്യൻസിന് അതിൻ്റെ കാരണങ്ങൾ പതിയെ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ബട്ട് നമ്മളൊക്കെ തന്നെ അത് വലിയ രീതിയിൽ എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സ്ട്രോക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ കൃത്യമായിട്ട് തലച്ചോറിലോട്ട് കൃത്യമായിട്ട് നമുക്ക് രക്തപ്രവാഹം ആവശ്യമായിട്ടുള്ള രീതിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ആദ്യത്തെ ലക്ഷണമാണ് ചെറിയ രീതിയിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ നമ്മൾ എണീക്കുന്ന ടൈം നമുക്ക് ബാലൻസ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് തല ചുറ്റുന്ന പോലെ നമുക്ക് തോന്നുക, ബാലൻസ് ഇല്ലാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ആശയവിനിമയത്തിന് പ്രയാസം വരിക. അതുപോലെ തന്നെ കാഴ്ചകളിൽ വ്യത്യാസം വരിക, ചിലപ്പോൾ മങ്ങിയ കാഴ്ചകളായിട്ട് തോന്നാം. അതല്ലാന്നുണ്ടെങ്കിൽ കാഴ്ചകളിൽ വേറെ എന്തെങ്കിലും വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ സംസാരിക്കാനൊരു പ്രയാസം തോന്നാം. ഇത്തരം കണ്ടീഷനാണ് ആദ്യഘട്ടത്തിൽ ആ ഒരു പേഷ്യൻസ് സഫർ ചെയ്യുക. അതായത് ഇത് സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഏകദേശം കുറഞ്ഞതൊരു 6 മാസം ആയിട്ടെങ്കിലും ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഇത് നോർമലി ബാലൻസിൻ്റെ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ മറ്റേ BP-യുടെ പ്രോബ്ലംസ് ആണ്, അനീമിക് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം. കൃത്യമായിട്ടും റിക്കറൻ്റ് ആയിട്ടും ഇങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റീചെക്കപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇനി ചെവി സംബന്ധമായിട്ട് ചില പ്രയാസങ്ങളും അനുഭവപ്പെടുന്നത് കാണാറുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലക്ക് അതിയായ ഭാരം അനുഭവപ്പെടുക, നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ ടോപ്പിക്ക് ചേഞ്ച് ആയിട്ട് പോവുക, അതല്ലെങ്കിൽ ആളെ മനസ്സിലാവാത്ത രീതിയിൽ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ സംസാരത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരും. ഇതൊക്കെ തന്നെ ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ട് തുടക്കത്തിൽ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ നമ്മളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. BP നമ്മൾ വെരിഫൈ ചെയ്യുക, കൂടുതലുണ്ടോ എന്നുള്ളത്, അനീമിക് ആണോ എന്നുള്ളത് നമ്മൾ നോട്ടിഫൈ ചെയ്യുക. മൂന്നാമത്തതായിട്ട് നമുക്ക് കാഴ്ചയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തതായിട്ട് കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പെക്സിൽ വരുന്ന ചേഞ്ചസിൽ അതെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അത്തരം വിഷയങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ബാലൻസിന് ഇഷ്യൂ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, മുൻപ് മെഡിസിനൊക്കെ എടുത്ത ആളുകളാണ് എന്നുണ്ടെങ്കിലും അതിലും ഒരു വെരിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, സിംറ്റംസ് എല്ലാം തന്നെ നോർമലായിട്ട് സാധാരണ ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങളിൽ അനുഭവപ്പെടുന്ന സിംറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം പ്രയാസങ്ങൾ പതുക്കെ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്ലോലി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ കാലയളവിൽ വരുന്നതുമായിരിക്കാം. അപ്പോൾ ഏതൊരു സിറ്റുവേഷൻസിലാണ് എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതിനെ വിലയിരുത്തുക. അതുവഴി നമുക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ രോഗികളിൽ ഒരു ഡെത്ത് വരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ പ്രൊലോങ്ങഡ് ആയിട്ടൊരു കോമ സ്റ്റേജിലോട്ട് പോകാനുള്ളൊരു സാധ്യതയും വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു അനലൈസ് നമുക്കുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ പേഷ്യൻസിനെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്
നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുക. അതൊക്കെ വളരെ അടുത്ത ആളുകൾക്ക് മാത്രം നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതും, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് ഏതെങ്കിലും സൈഡ് വൈസ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് റൈറ്റ് സൈഡിലൊക്കെയാണ് പ്രോബ്ലംസ് അധികമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് പ്രയാസങ്ങൾ വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിലും ചെറിയ ചെറിയ ശരീരത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ തരിപ്പ് അനുഭവപ്പെടാം, അതുപോലെ മരവിപ്പ് അനുഭവപ്പെടാം. അത് ഫേസിലാണെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് വ്യത്യാസങ്ങളും രൂപത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ മരവിപ്പും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരം സിംറ്റംസും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷനെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുക, അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നേടുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് സെയിം തിങ്, ഇത് നമ്മളുടെ ഹാർട്ടിലോട്ടുള്ള ധമനികളിലാണ് പ്രയാസം, അല്ലെങ്കിൽ ഹാർട്ടിലോട്ടുള്ള ധമനികളിൽ പ്രയാസം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അവിടെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കണ്ടീഷൻ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ധമനികളിൽ സാധാരണ ഒരു മർദ്ദം നോർമലി ഉണ്ട് നമ്മൾ രക്തം പാസ് ചെയ്യുന്ന സമയത്ത്. സോ അതിൽ വരുന്ന, അതായത് കൊറോണറി ആർട്ടറി രോഗമാണ് എന്നാണ് ഇതിനെ പൊതുവെ നമ്മൾ പറയാറുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രക്തധമനികളിൽ ശരിയായ രീതിയിലുള്ളൊരു മർദ്ദത്തേക്കാൾ കൂടുതലായിട്ടൊരു മർദ്ദം ചെലുത്തേണ്ട ഒരു സിറ്റുവേഷൻസ് വരിക. അതായത് ലൈക്ക് അവിടെ ആ സമയത്ത് കൂടുതലായിട്ട് ബ്ലോക്ക് വരുമ്പോൾ കൂടുതലായിട്ട് എഫേർട്ട് കൊടുക്കേണ്ടി വരും. അത് കാലക്രമേണ നമ്മളിൽ അറ്റാക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചില കണ്ടീഷൻസിലൊക്കെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്, ഇത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നത്, അതായത് ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെയാണ്. ചില കേസുകളിൽ മാത്രമാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൂടുതലായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്ന ഒരാളുകളിൽ പെട്ടെന്ന് മരണം സംഭവിക്കുന്നതും ഇതിൻ്റെ ഒരു കാരണം ഇത് മറ്റ് കണ്ടീഷനെ അപേക്ഷിച്ച് ഒരു ടൈം എടുത്ത് ഒരു പ്രോസസ്സായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ളൊരു കാരണം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ബാക്കിലുള്ള റീസൺസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഭക്ഷണ രീതികളായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളുടെ അൺവാണ്ടഡ് അല്ലെങ്കിൽ അനാരോഗ്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കാം. അപ്പോൾ ഭക്ഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളാണ്. ഇപ്പോൾ വീട്ടിലാണെങ്കിലും, ഇപ്പോൾ ഒരാൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കുറച്ചിട്ടാണെങ്കിലും വീട്ടിലുള്ള ഫുഡുകൾ അവരെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളുടെയൊക്കെ കണ്ടൻറ്റ് അധികമാകുന്നത് കൊണ്ടാണ് നമ്മളിൽ പ്രയാസം ഉണ്ടാക്കുന്നത്, പലപ്പോഴും അസുഖങ്ങളായിട്ട് കൺവേർട്ട് ആകുന്നത്. നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പ്, രണ്ടാമത്തത് പഞ്ചസാര, മൂന്നാമത്തത് കൊളസ്ട്രോൾ കൂടുതലായിട്ട്, നാലാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഫാറ്റ്, പൂരിത കൊഴുപ്പുകൾ, ട്രാൻസ് ഫാറ്റ്. അതിൽ ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഓയിലുകൾ അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നോർമലി നമുക്ക് ഹാർട്ട് അറ്റാക്കിന് അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് സെല്ല് ധമനികളിൽ ഉണ്ടാക്കുന്ന ശരിയായ രീതിയിലുള്ള രക്തയോട്ടത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സാധാരണ നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കൊഴുപ്പും അല്ലെങ്കിൽ നല്ല കൊഴുപ്പുകൾ നമുക്ക് അത്യാവശ്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു പരിധിവരെ നമ്മളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ആവശ്യമുള്ള ഫാറ്റുകൾ, നല്ല ഫാറ്റുകൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ശരീരത്തിലോട്ട് വെളിച്ചെണ്ണ ഒരു പരിധിവരെ ചെല്ലുന്നത് മറ്റ് ഓയിലുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ, മറ്റ് പാം ഓയിൽ, അങ്ങനെയുള്ള ഓയിലുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ നമ്മൾ അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ കണ്ടൻറ്റ് കുറച്ചിട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെണ്ണ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വെണ്ണ ഒരു പരിധിയിലപ്പുറം നമുക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നും, ബട്ട് അത് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള അളവുകളിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്താണ് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമുക്കെപ്പോഴും ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഏതൊരു ഭക്ഷണത്തിനാണെങ്കിലും അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തെ ചേഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പല ഭക്ഷണങ്ങളും നമ്മൾ ഒരുമിച്ചു അല്ലെങ്കിൽ കൂടുതലായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുകയാണ്,
ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മീറ്റ് നമ്മൾ ആവശ്യത്തിന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ബട്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു ഫുഡല്ല. സോ നമ്മൾ ആ മീറ്റിൽ തന്നെ അത്യാവശ്യം കൊഴുപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാതെ, കൂടുതലായിട്ട് ഓവർകം ചെയ്യാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആക്കിയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. നൈട്രിക് ഓക്സൈഡ് ഫുഡുകളും അല്ലെങ്കിൽ അലിസിൻ ഫുഡുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെ എങ്ങനെയാണ് ഹെൽത്തി ആക്കി വെക്കുന്നത്, ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു 21 ഡേയ്സ് ഡയറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മളുടെ ബ്ലഡ് വെസൽസ് ഹെൽത്തി ആക്കാൻ സഹായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബീട്രൂട്ട് നമ്മളെ ഹെൽത്തി ആക്കും എന്നുള്ളതാണ്. ബട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഷുഗർ പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒബീസിറ്റി അമിതവണ്ണമൊക്കെ ഉള്ള പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് വേണം ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി. സോ ബീട്രൂട്ടിൻ്റെ അളവ് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3 ദിവസം ചേർക്കുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട് ഉറുമാമ്പഴം. ബീട്രൂട്ടും ഉറുമാമ്പഴം ഏകദേശം നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു എഫക്റ്റ് കൊണ്ടുവരും എന്നുള്ളതാണ്. നമ്മുടെ ബ്ലഡ് വെസൽസൊക്കെ ക്ലീൻ ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തേത് വെളുത്തുള്ളി. ഗാർലിക്കിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് ചേർക്കുന്നത് ഏകദേശം 8 മുതൽ 12 വരെ കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് സേഫാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്, അതായത് ഒരുപാട് കാര്യങ്ങൾക്ക്, നമ്മുടെ ഹെയർ ഗ്രോത്ത്, നമ്മുടെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, അതുപോലെ തന്നെ ഒരുപാട് ഡിസീസ്, സ്കിൻ കംപ്ലയിൻസ് വരെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഗാർലിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തധമനികൾ കറക്റ്റായിട്ടും ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗാർലിക്. ഗാർലിക്കിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ കൂട്ടാൻ പറ്റുമെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം ഏറ്റവും കൂടുതൽ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ധമനികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യമാണ് വാട്ടർ മെലോൺ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ നമ്മളെപ്പോഴും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സുകൾ. നമുക്ക് നാരങ്ങ ഉൾപ്പെടുത്താം, മുസമ്പി, ഓറഞ്ച്. ഇതൊക്കെ തന്നെ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം കഴിക്കുന്നത്, കുറഞ്ഞതൊരാഴ്ചയിൽ 3-4 തവണ കഴിക്കുന്നത് ശരീരത്തിൽ ധമനികളിൽ വരുന്ന നീർക്കെട്ടും അതുപോലെ അതായത് ധമനികളുടെ ഹെൽത്തിനെ സഹായിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചുകൂടെ അധികമായിട്ട് കണ്ടൻറ്റ് കൂട്ടിക്കൊണ്ടുവരുന്നത് വാട്ടർ മെലോണാണ്. സീസണൽ ഫുഡാണെങ്കിലും ധാരാളം അവൈലബിൾ ആകുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കഴിക്കുന്നത് ശരീരത്തിന് നല്ല രീതിയിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. ഇനി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മീറ്റിൻ്റെ അളവ് കുറക്കുക എന്നുള്ളത്. ബട്ട് പാടെ മീറ്റ് ഒഴിവാക്കണം എന്നില്ല, കണ്ടൻറ്റുകൾ കുറക്കുക. അതുപോലെ തന്നെ എപ്പോഴും അത് പൊരിച്ച് കഴിക്കുന്നൊരു ടെൻഡൻസി കുറച്ചിട്ട് ശരിയായ രീതിയിൽ കറി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്ര കണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല. അളവുകൾ കുറച്ച് അത്യാവശ്യം ബോഡിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റ് കഴിക്കുന്നത് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ധമനികളുടെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 4 കാര്യങ്ങളാണ് ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, പംകിൻ സീഡ്സ്, അതുപോലെ തന്നെ ബെറി ഐറ്റംസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ കുറച്ച് ധാരാളം എടുക്കുന്നത് ശരീരത്തിന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഇത് മാത്രം ഉൾപ്പെടുത്തിയ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുമോ, എക്സ്ട്രാ എന്തെല്ലാം നമ്മൾ ചേർക്കണം എന്നുള്ളതാണ്. എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് കുറഞ്ഞതൊരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നത് ബെറ്ററാണ്. അതുപോലെ തന്നെ ഒരു 40 മിനിറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് ചെയ്യാം. ശരിയായ രീതിയിലുള്ള ഒരു ഉറക്കം, അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള സ്ട്രെസ്സ്, ഇതൊക്കെ തന്നെ നമ്മളുടെ രക്തയോട്ടത്തെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ഓപ്പോസിറ്റായിട്ട് ബാധിക്കുകയും ഇതൊന്നും ചെയ്യാത്തൊരു സിറ്റുവേഷൻസിൽ നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ വരാനുള്ളൊരു സാധ്യത ഇത് ചെയ്യുന്ന ആളുകളെക്കാൾ 50% കൂടുതലാണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതും ഇതിൽ പ്രധാനമാണ്. ഇത്തരം ഇഷ്യൂസുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്യണം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുള്ളത്. ആവശ്യമെങ്കിൽ CT അല്ലെങ്കിൽ MRI സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് വിലയിരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഇനി ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ചലഞ്ച് പോലെ ഏറ്റെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഡയറ്റാണ് പറയാൻ പോകുന്നത്. ഒരു 21 ഡേയ്സ് നമ്മളുടെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ഉറപ്പ് വരുത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത് ആ ഡോക്ടറെ കണ്ട് ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് വേണം ഡയറ്റുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ടൊമാറ്റോയുടെ കണ്ടൻറ്റ് കൂട്ടുന്നത് കുറച്ചും കൂടി ബെറ്ററാണ്. ബട്ട് മൂത്രക്കല്ലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഒപ്പീനിയൻ തേടാവുന്നതാണ്. അതല്ലാത്ത രീതിയിൽ നമ്മളെപ്പോഴും 2.5 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. കൃത്യമായിട്ട് 2.5 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണവും വെള്ളം കുടിക്കുന്നത് നമുക്ക് ശരീരത്തിലോട്ട് ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് ക്ലിയർ ചെയ്യാനുള്ളൊരു ഹെൽപ്പാവുന്നൊരു ടൈമാണത്. സോ ആ ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഓരോ തവണ നമ്മൾ ഫുഡ് എടുക്കുന്നതിന് മുന്നോടിയായിട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം എപ്പോഴും നമ്മളൊരു ഡയറ്റ് ആരംഭിക്കാനും. ഇടയിലായിട്ടും നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂട്ടുന്ന സമയത്ത് ഫുഡിൻ്റെ കണ്ടൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. സോ രാവിലെ എണീറ്റ വശം തന്നെ നിങ്ങളെപ്പോഴും 2 ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിക്കുന്നത് കുറച്ചും കൂടി ബെറ്ററാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾ ഒരു പിഞ്ച് ജീരകം, അതായത് ചെറിയ ജീരകം ഇട്ടിട്ട് വെള്ളം വെട്ടിത്തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അതും നമ്മളെപ്പോഴും ഹെൽത്ത് കണ്ടീഷൻസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ അതിൻ്റെ ഹാഫിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ 4 ദോശ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് 2 ദോശ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടുതലായിട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച്, അതായത് നമ്മളുടെ കുക്കിംഗ് സ്റ്റൈലും കുക്കിംഗ് രീതിയും ഒക്കെ ചേഞ്ചസ് ചെയ്യണം എന്നുള്ളത് ഇവിടെ പ്രധാനമാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ കാര്യങ്ങളൊക്കെ അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഓയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന വെർജിൻ ഓയിൽ, കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അതിൻ്റെ കണ്ടൻറ്റ് അളവുകളും കൃത്യമായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക. അതിൽ തന്നെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുണ്ടെങ്കിലും കണ്ടൻറ്റുകൾ കുറച്ചിട്ട് ഭക്ഷണം കൊണ്ടുവരിക. അതുപോലെ തന്നെ അത് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുള്ള ആളുകൾ എപ്പോഴും, പ്രത്യേകിച്ച് നെഞ്ചിരിച്ചിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വയറ് കാലിയാക്കാതെ നമ്മൾ എണീറ്റ വശം തന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു ഹെവി ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഒരു ദോശയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയൊരു ബ്രെഡോ അല്ലെങ്കിൽ ഹെവി ഫുഡുകൾ കഴിക്കണം എന്നുള്ളതാണ്. സോ അത് ഇല്ലാത്തൊരാളെ സംബന്ധിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് 4 ദോശ കഴിക്കുന്നത് 2 ദോശ കഴിക്കാം. അതൊക്കെ കുറച്ചും കൂടെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള ഫുഡുകൾ നമുക്ക് ആഡ് ചെയ്യാം. എപ്പോഴും സിട്രിക്സ് അല്ലെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെപ്പോഴും ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ കഴിക്കാനാണ് കുറച്ചും കൂടെ ബെറ്റർ. രാവിലെ കഴിക്കാതിരിക്കുകയാണ്, കഴിച്ചാൽ പ്രയാസം ഉണ്ടാകുന്ന പേഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കാണ്ടിരിക്കുകയാണ് ബെറ്റർ. ആ സമയത്ത് നമുക്ക് നട്ട്സുകളുടെ കണ്ടൻറ്റ് കൂട്ടാം. അല്ലെങ്കിൽ ബീട്രൂട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ലീഫി വെജിറ്റബിൾസ് അതിലോട്ട് ആഡ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം. 8 മണിക്ക് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പിന്നീട് ഒരു 10 മണിക്ക് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ ഒരു 12 മണിക്ക് നമുക്ക് എന്തെങ്കിലും സാലഡ് പോലെയുള്ള കാര്യങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഉച്ചയ്ക്ക് നമുക്ക് റൈസ് കഴിക്കുന്നതോടൊപ്പം തന്നെ കണ്ടൻറ്റ് കൂട്ടിയിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ മറ്റെന്താണ് നമുക്ക് അതിലോട്ട് സാലഡ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നെങ്കിൽ കഴിക്കാം. മുട്ടയുടെ ഉപയോഗം ഒരുപാട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു 3 മുട്ടയുടെ വെള്ളയൊക്കെ മാത്രം കഴിക്കുന്നത് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കാറില്ല. ഈവനിങ് ആണ് എന്നുണ്ടെങ്കിലും നൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഭക്ഷണങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ ഒരു 4 മണിക്ക് നമ്മൾ എന്തെങ്കിലും ചപ്പാത്തി പോലെ നൈറ്റ് ചപ്പാത്തി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഈവനിങ് തന്നെ ഒരു 2 ചപ്പാത്തി കഴിക്കുന്നതും ഒരു 8 മണിക്ക് മുന്നോടിയായിട്ട് ഒരു 2 ചപ്പാത്തി കഴിക്കുന്നതും ബെറ്ററാണ്. അപ്പോൾ അതിലോട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റെന്തെങ്കിലും നമ്മൾ ലോ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അതിൽ കുറച്ച് ഓട്സിൻ്റെ കണ്ടൻറ്റ് കൂട്ടാം. അതല്ല എന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ചെറിയ ഗോതമ്പ് പോലെയുള്ളത് ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള ഉപ്മാ പോലെ എന്തെങ്കിലും റെഡി ചെയ്തിട്ട് കഴിക്കാം. എപ്പോഴും ഭക്ഷണങ്ങളിൽ വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഡയറ്റ് നമുക്ക് മടുത്തു പോവാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം. ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാതെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാറ്റേണുകൾ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ സാലഡ് ആണെങ്കിലും ഇന്ന് കഴിക്കുന്ന അതേ സാലഡുകൾ നാളെയും കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടൻറ്റുകൾ മാറ്റി കൊണ്ടുവരുന്നത് ആളുകളിൽ ഡയറ്റ് എടുക്കുമ്പോൾ ഒരു മടുപ്പ് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും.
ഇത്തരം ഫുഡുകളും അതുപോലെ തന്നെ മുന്നേ പറഞ്ഞിട്ടുള്ള എക്സസൈസും കറക്റ്റായിട്ടുള്ള വെള്ളം കൂടി, ഇതൊക്കെ തന്നെയാണ് ബോഡി ഹെൽത്തി ആക്കി വെക്കുന്നതിൻ്റെ റീസൺ എന്നുള്ളത്. കൃത്യമായിട്ട് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പരിധി വരെ പ്രയാസങ്ങൾ വന്ന ആളുകൾക്കാണെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് പോകാൻ നമ്മളിതൊക്കെ നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഭക്ഷണ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മുന്നോടിയായി പറഞ്ഞിട്ടുള്ള ഈ 2 കണ്ടീഷനും കാരണമാകുന്ന കുറച്ച് ഭക്ഷണങ്ങൾ, പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ നെയ്യ്, മറ്റ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതോടുകൂടി ഈ 2 കണ്ടീഷൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ആക്ച്വലി ഉണ്ടാവുന്നത്. അതല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിസ്, അല്ലെങ്കിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ വരിക, പൊണ്ണത്തടി വരിക, അത് കൂടുതലായിട്ട് പേഷ്യൻസിൽ മുട്ടുവേദന, കാലുവേദന, നമ്മൾ വെയിറ്റ് കൂടുതലാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോൺസിന് ഉണ്ടാവുന്ന ക്ഷതം, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തൊരു റീസൺ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, വേദനകൾ, നീർക്കെട്ട്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളിലാണെങ്കിൽ അവരോട് പഠിക്കാനുള്ളൊരു താല്പര്യക്കുറവ്, ഒരു അലസത, എപ്പോഴും ഉറക്കം വരുന്നൊരു കണ്ടീഷൻ, കൂടുതലായിട്ട് അവർ ചെറിയ പ്രായത്തിൽ തന്നെ തടി വയ്ക്കുക, അതുപോലെ പുരുഷന്മാരിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഉദാഹരണ പ്രോബ്ലംസ് വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്ഷൽ കണ്ടീഷൻസ് പ്രോബ്ലംസ് വരിക, സ്ത്രീകളിലാണെങ്കിൽ ഒരു PCOD കണ്ടീഷനോ അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്ന പല റീസൺസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കാലിൽ വെരിക്കോസ് വെയിൻ വരാം, അതായത് ഈ ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റാക്കും സ്ട്രോക്കും വരിക എന്നതിനപ്പുറത്ത് ഇത്രയും കണ്ടീഷൻസ് തന്നെ നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ മാത്രം അനലൈസ് ചെയ്യല്ല, കൃത്യമായിട്ട് തന്നെ നമ്മൾ ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ അനാവശ്യമായിട്ട് എടുക്കുന്ന ഭക്ഷണ രീതികൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തണം എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള ഡൗട്ടുകൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.